എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബജ്ജിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതും സ്പ്രിംഗ് ഒണിയൻ വെച്ചിട്ടാണ് നമ്മൾ ബജ്ജി തയ്യാറാക്കുന്നത്. സ്പ്രിംഗ് ഒണിയൻ എന്ന് പറയുമ്പോൾ ഉള്ളിയുടെ ചെടി, നമ്മൾ വെജിറ്റബിൾ ഷോപ്സിലൊക്കെ കിട്ടുമല്ലോ ഉള്ളിയുടെ ചെടി, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഞാനത് കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജ്ജി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിത് സോസിൻ്റെ കൂടെ കഴിക്കുക, അല്ല ഗ്രീൻ ചട്നിയുടെ കൂടിയിട്ടാണെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമായിരിക്കും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വിഭവം കൂടിയിട്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നല്ലേ. നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് കണ്ട സ്പ്രിംഗ് ഓണിയൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിൻ്റെ വേര് മാത്രം കളഞ്ഞിട്ട് നമുക്ക് ബാക്കി എല്ലാ പാർട്സും തണ്ടും ഇലയും നമുക്ക് ഈ ബജ്ജി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. തണ്ടും ഇലയും നമുക്കിതുപോലെ തന്നെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്യുക, കുഴപ്പമില്ല. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് 2 ബൗള് കടലമാവ് എടുക്കാം. അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം കായപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കണം. അത് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിനി പച്ചമുളക് ഇടുന്നുണ്ട്, അപ്പോൾ നോക്കിയിട്ട് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്തിയാൽ മതി. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ബൗൾ കടലമാവിന് 200 ഗ്രാം സ്പ്രിംഗ് ഓണിയൻ, ആ ഒരു കണക്കിൽ നമുക്ക് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ഉള്ളി ബജ്ജിയൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ അതേപോലെ തന്നെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മാവ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് തയ്യാറാക്കി വയ്ക്കാം. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ബജ്ജിയെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം. സാധാരണ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം, നമ്മൾ വെളിച്ചെണ്ണയിലേക്കാളും ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിലിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്, നമുക്കതിന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബജ്ജി 2 സൈഡും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബജ്ജിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. ബൈ.